നമുക്കൊരു ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്യണം. ഇങ്ങനെ റിമൂവ് ചെയ്യണേ സാധാരണ നമ്മൾ എന്താ ചെയ്യുക? ഏതെങ്കിലും ഫോട്ടോ റിമൂവ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. അതല്ലെങ്കിൽ ബ്രൗസറിൽ പോയിട്ട് ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന വെബ്സൈറ്റിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യും. എന്തിനാണ് നമ്മൾ ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നത്? ഒരു ഫോട്ടോ എടുത്തിട്ട് നല്ല ഫോട്ടോ ആയിരുന്നു, പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ശരിയില്ല. ആ ബാക്ക്ഗ്രൗണ്ട് മാറ്റി ഫോട്ടോ മാത്രം എടുത്ത് റീപ്ലേസ് ചെയ്യണം മറ്റൊരു നല്ല ബാക്ക്ഗ്രൗണ്ടിലേക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റും. എന്നാൽ ഒരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യാണ്ട് നിങ്ങളെ ഫോണിലുള്ള ടെലഗ്രാമിന്റെ സഹായത്തോടെ നമുക്ക് ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. നിങ്ങൾ ടെലഗ്രാം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി അത് മറ്റൊരു ഫോട്ടോയിൽ ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് ടെലഗ്രാം ഓപ്പൺ ചെയ്യാം. ടെലഗ്രാം അവിടെ പോയി ഉടങ്ങാനുണ്ട് കേട്ടോ. റെഡി? ഇതാ ടെലഗ്രാം ഓപ്പൺ ചെയ്ത്. ടെലഗ്രാം ഓപ്പൺ ചെയ്താലും മേലെ ഒരു സെർച്ച് ബാർ കാണും. ആ സെർച്ച് ബാർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ AI ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ബോട്ട് എന്ന് സെർച്ച് ചെയ്യാം. AI നമ്മൾ എഴുതി തുടങ്ങുമ്പോഴേക്ക് തന്നെ AI ബാക്ക് എന്ന് എഴുതുമ്പോഴേക്ക് തന്നെ താഴെ വരും റിസൾട്ടിൽ AI ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ബോട്ട് എന്ന്. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ താഴെ സ്റ്റാർട്ട് എന്നൊരു ബട്ടൺ കാണും. ആ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഈ കൊക്കയും കൊടുത്തില്ലേ, അത് ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഈ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് സെൻഡ് കൊടുത്ത്. അപ്പം നമ്മൾ ഈ ഫോട്ടോ ഇതിലേക്ക് സെൻഡ് ചെയ്തു. അപ്പം തന്നെ നമുക്കൊരു മെസ്സേജ് റിട്ടേൺ വരും. സെക്കൻഡ് വെച്ച് ആ ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നമുക്ക് കിട്ടി. കേട്ടോ, മേലെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ വളരെ കറക്റ്റായിട്ട് AI ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടി. നമ്മൾ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ. ഇനി നമുക്കിത് സേവ് ചെയ്യണ്ടേ? ഇതിൻ്റെ താഴെ 1-2 ചെറിയ ഫയൽ കാണുന്നില്ലേ, അതിൻ്റെ കൂടെ ഒരു 3 കുത്തുണ്ടാവും. സൈഡിൽ ചെറിയ 3 കുത്ത് കാണുന്നുണ്ടാവും. ആ 3 കുത്തിൽ ഒരു കുത്ത് കൊടുക്കുക. ഇവിടെ മേലെ തന്നെ സേവ് ടു ഗാലറി എന്നുണ്ട്. സേവ് ടു ഗാലറി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ആ ഫോട്ടോസ് ഗാലറി സേവ് ആയി. ഇനി നമുക്കിത് മറ്റൊരു ഫോട്ടോയിൽ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഏത് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷനും നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ലൈൻ ക്യാമറ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിനെപ്പറ്റിയുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാം. നല്ല ആപ്ലിക്കേഷനാണ് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റിയ. ഗാലറി പോയിട്ട് നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഞാനിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിക്കുക. ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ലൈൻ ക്യാമറയിലേക്ക് കൊടുക്കുക. ലൈൻ ക്യാമറ സെലക്ട് ചെയ്ത് ലൈൻ ക്യാമറയിൽ ആ ഫോട്ടോ വന്ന് ഇത് ബാക്ക്ഗ്രൗണ്ടാണ്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ആ ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൽ ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ടാബ് എടുത്തിട്ട് ഗാലറിയിൽ നിന്ന് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ആവശ്യമുള്ള ഭാഗം ക്രോപ്പ് ചെയ്ത് കറക്റ്റ് ആക്കി എടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. കണ്ടോ, നമ്മൾ ആ ഫോട്ടോ ഇതിൽ വന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് ആ ഫോട്ടോ മാത്രം. ഇത് നമുക്ക് ആവശ്യത്തിന് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഏതെങ്കിലും ഭാഗത്തേക്ക് ഉണ്ടാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ കറക്റ്റായിട്ട് റിമൂവ് ചെയ്ത് തരിക നമ്മളെ ഈ ടെലഗ്രാം മതി. നിങ്ങൾ ടെലഗ്രാം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഉപയോഗിക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.